സാറിനെ കാണുമ്പോൾ ആദ്യം പറയേണ്ട വരി എന്ന് പറയുന്നത് അനുരാഗമൂലം കിനാവിൽ കിളി പാടുന്നത് അപരാധമാണോ എന്ന് ചോദിക്കുന്ന കൈതപ്രത്തിന്റെ വരികളാണ്. ഈ വരികൾ എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്നുള്ളത് അതും സസ്പെൻസ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ കഥ പറയാം. ആദ്യം സാറിനെ കണ്ട് ഇന്റർവ്യൂ ചെയ്തപ്പോഴാണ് സാറ് വിളിച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അതെന്തുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. കൈതപ്രം ശരസാറിന്റെ കോംബോ ആണ് ഞാൻ അന്ന് സംസാരിച്ചത്. അങ്ങനെയാണെങ്കിൽ കൈതപ്രത്തിനെ പോയി ഒന്ന് ഇന്റർവ്യൂ ചെയ്താലോ എന്ന് ആലോചിച്ചു. അതാണ് ഫസ്റ്റ് ഇൻഡസ്ട്രി ഹിറ്റ് ആയത്. എന്നിട്ട് സാറിനെ ഇന്റർവ്യൂ ചെയ്തത് ഒരു 10 മിനിറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തിരുന്ന് ഇന്റർവ്യൂ ചെയ്തു. അതിനടിയിൽ വന്ന കമന്റ് ശരസാറിനെ പോലെ ഒരാളിനെ കിട്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെയാണോ ഇന്റർവ്യൂ ചെയ്തതെന്ന് ചോദിച്ചു. ഇന്ന് എന്തായാലും അത് പരിഹരിക്കാം. അപ്പോൾ എന്നെ ഈ മ്യൂസിക്കിന്റെ ഭാഗമായിട്ടുള്ള ഇന്റർവ്യൂസിന്റെ പ്രേരണ എന്ന് പറയുന്നത് അത് പ്രേരിപ്പിച്ച് ഇവിടം വരെ എത്തിച്ചത് ശരസാറാണ്. സാർ എന്ന് അപ്രീഷിയേറ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ആ വഴിക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോയത്. അല്ല, എനിക്ക് സത്യമായിട്ട് തോന്നിയ ഞാൻ പറയും രജനീഷ്, അതിനകത്ത് കള്ളത്തരമൊന്നുമില്ല. അത് നമുക്ക് തോന്നിയാൽ തോന്നിയതാണ്. പിന്നെ അത് ആര് പറഞ്ഞാലും ഞാൻ മാറ്റത്തത്. പക്ഷെ സാറിൻ്റെ ഒരു മാറ്റം കണ്ടത് ഐഡിയ സ്റ്റാർസിംഗിൽ വന്നിരിക്കുന്ന സമയത്ത് സാറ് സംസാരിച്ചുകൊണ്ടിരുന്ന രീതിയുണ്ട്. കുട്ടികളോടൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറയുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞാൽ തന്നെ കുട്ടികൾ എടുക്കുക ഒരു സർക്കാസമായിട്ടാണ്. ആ തരത്തിൽ ആക്സെപ്റ്റൻസ് കിട്ടി. അത് ഈ കാലഘട്ടത്തിലുള്ളൊരു മാറ്റമല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ ആദ്യം സ്റ്റാർ സിംഗറിലേക്ക് വരുമ്പോൾ ഞാൻ വന്നതിൻ്റെ പ്രധാന കാരണം വേറൊന്നുമല്ല, അന്നത്തെ അതിൻ്റെ പ്രൈസ് മണി 40 ലക്ഷം എന്തോ ആണ്. അപ്പോൾ 2007 40 ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു നല്ല പൈസയാണ്. ഞാനൊന്നും ഒരു 1-2 ലക്ഷം പോലും ചേർത്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ആർക്ക് കിട്ടും എന്നുള്ളത് അറിയാനുള്ള ഒരു ജിജ്ഞാസയാണ് എന്നെ അതിന് കൊണ്ടുവന്നത്. പിന്നെ നമ്മുടെ ശ്രീകണ്ഠൻ അണ്ണാച്ചി, അത് പറയാതിരിക്കാൻ വയ്യ, ശ്രീകണ്ഠൻ നായർ സാറാണ് എന്നെ ബലമായിട്ട് പിടിച്ച് ആ അജയനും നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ അജയനും ഒക്കെ കൂടെ വന്നിട്ടാണ്. അല്ല, ഞാൻ അങ്ങനെ വന്നിരിക്കുന്നത് ഇവിടെ. പിന്നെ ഇത് നമ്മളെ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് ഇനി അഭിപ്രായം പറയാനുള്ള ഒരു അതുകൊണ്ടാണ്. അല്ലാതെ ഞാനൊരിക്കലും നമ്മളൊരു ഉസ്താദാന്ന് ഞാൻ വിചാരിക്കത്തില്ല. അത് ഭയങ്കര മണ്ടത്തരാണ്. കാരണം നമ്മുടെ അതിൻ്റെയൊക്കെ മേലെ അതുക്കും മേലെ ആളുകളുണ്ട്, എത്രയോ ടാലൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് എന്തോ ഒരു ദൈവാധീനം കൊണ്ടാണ് ഇപ്പോൾ ശരത്ത് എന്ന് പറഞ്ഞിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നതും പിന്നെ രജനീഷ് ഇൻ്റർവ്യൂ ചെയ്യുന്നതൊക്കെ. അതൊക്കെ ഒരു ഭാഗ്യം. ഞാൻ ആദ്യം പറഞ്ഞ വരികളെന്ന് പറയുന്നത് അനുരാഗമൂലം കിനാവിൽ കിളി പാടുന്നത് അപരാധമാണോ എന്നുള്ളതാണ്. പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു ക്ഷണക്കത്തിൻ്റെ. ആ പാട്ടുകൾ നമ്മൾ ഇന്നും ആവർത്തിക്കുന്നുണ്ട്. ഒരു റിയാലിറ്റി ഷോ നടക്കുകയാണെങ്കിൽ ശരസാറിൻ്റെ പാട്ടുകളില്ലാതെ കടന്നു പോകില്ല. ഒരു റിയാലിറ്റി ഷോയ്ക്ക് മലയാളത്തിൽ കടന്നു പോകാൻ പറ്റില്ല. ആ തരത്തിലൊക്കെ ഉള്ള പാട്ടുകൾ ഇന്നും റൂളുണ്ട്. എൻ്റെ പാട്ട് പാടാതെ അലിഖിത നിയമമുണ്ട്. ഉണ്ട് സാറേ. ഇപ്പോൾ ശ്രീരാഗത്തിൻ്റെ വേർഷൻസ് പാടുന്നത്, കവർ സോങ് പാടുന്നവർക്കൊക്കെ ശ്രീരാഗം ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ സുധീർ ശ്രീരാഗത്തിന് പാരഡി ചെയ്തു. അല്ല, സുധീർ നന്നായിട്ട് പാടുന്ന മനുഷ്യനാണ്. എനിക്ക് കുറെ ഇഷ്ടപ്പെട്ടു സുധീറിന്റെ പല വീഡിയോയും കണ്ടപ്പോൾ. നല്ല ജ്ഞാനസ്ഥനാണ്. ആ ശ്രീരാജുമോൻ എന്ന പാരഡി കേട്ടിട്ടുണ്ടോ? പാരഡി ഞാൻ അത് കേട്ടിട്ടില്ല. കാരണം അതേ ഉള്ളു കേൾക്കാത്തതെന്ന് തോന്നുന്നു. സാധാരണ ഇതൊക്കെ എൻ്റെ മാനേജർ എന്നെ കേൾപ്പിക്കുന്ന എങ്ങനെയോ മിക്സ് ആയിട്ടുണ്ട്. ആക്രാന്തമോടെ തിന്നു ഞാൻ വയറിൻ്റെ ഉള്ളിൽ സ്പന്ദനം, ഇനി ജ്യൂസൊരൽപ്പം മോന്തിടാം ശ്രീരാജുമാ. സാർ, ഞാൻ ചോദിച്ചു വന്നത് അത്രയേറെ നല്ല പാട്ടുകൾ അതിനകത്ത് വന്നു പോയത് കൊണ്ടാണോ ശരിക്കും പിന്നീട് വന്ന അവസരങ്ങൾ? എനിക്ക് തോന്നുന്നു അതിനുശേഷം തുടരെ ഒരുപക്ഷെ അഡ്വാൻസ് പോലും കിട്ടിയിട്ടുണ്ട് 3-4 പടങ്ങൾക്ക്. എന്നിട്ട് അത് നടക്കാതെ പോയത് എന്തുകൊണ്ട്? എല്ലാം തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇല്ല, അത് ഞാൻ പറയുന്നില്ല, ഈ സിനിമ എന്ന് പറയുമ്പം ചില അന്ധവിശ്വാസങ്ങളുടെ ഒരു കൂമ്പാരമാണ്. കാര്യം ഒരു പടം ഹിറ്റാവുക എന്നുള്ളത് ഒന്നാമത് ആ പ്രൊഡ്യൂസറിന് നല്ല സമയമായിരിക്കണം, ഡയറക്ടറിനായിരിക്കണം, പിന്നെ എല്ലാം പല സംഭവങ്ങളും ഉണ്ട് അതിൽ. അപ്പോൾ അതിലൊരു പടം ഓടിയില്ലെങ്കിൽ പിന്നെ അത് ഉടനെ ചെയ്ത സംഗീത സംവിധായകന് രാശിയില്ലാത്തതാന്ന് പറയുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. കാര്യം ഞാൻ ചെയ്ത എല്ലാ പാട്ടുകളും ഹിറ്റാണ്. അപ്പോൾ രാശിയില്ലെങ്കിൽ അത് ഹിറ്റാവാതല്ലേ ഇരിക്കണ്ടേ. അതൊരു ബേസിക്കായിട്ടുള്ള ഒരു ബുദ്ധിയുള്ള ആൾക്ക് തോന്നേണ്ടതാണ്. അപ്പോൾ പടം എന്തുകൊണ്ട് ഹിറ്റായില്ലെന്നുള്ളത് പല എലിമെൻസും കാണും. നല്ല പടങ്ങൾ എത്രയോ പടങ്ങൾ ഓടാതിരുന്നിട്ടുണ്ട്, അല്ല പന്ന പടങ്ങൾ ഓടിയിട്ടില്ല. അപ്പോൾ അത് ജനങ്ങളുടെ ഒരു പൾസ്. അത് ആർക്കും ഇതുവരെ അറിഞ്ഞുകൂടാ. ദൈവം തമ്പുരാന് പോലും അത് അറിഞ്ഞുകൂടാ രജനീഷേ, അതേ ഒരു പടം എടുത്താൽ ഓടും എന്നുള്ളത്. അതൊരു തലയെഴുത്താണ് എല്ലാവർക്കും. സാർ, അതിൽ ആദ്യം ഹിറ്റാവുന്നത് ആകാശദീപം എന്നും ഉണരുമിടമായോ ആണ്. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ അതിനേക്കാളും സസ്റ്റൈനബിലിറ്റി ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നതാണ് മംഗളങ്ങളരുളും ഒരുപക്ഷെ അങ്ങനെ ഒരു പാട്ട് നമുക്ക് വേറെ ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യാണ്. ആ പാട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് സാറിൻ്റെ മനസ്സിലൊരു ഇതുണ്ടാവും, ഒരു വിഷൻ ഉണ്ടാവും. ഇത് എങ്ങനെയാണ് സാറ് കോമ്പോസിഷൻ ആയിരിക്കും നോക്കിയിട്ടുണ്ടാവുക, നല്ല രീതിയിൽ ചെയ്യണമെന്നായിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ ഒരു നിലനിൽപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നു ചെയ്യുന്ന സമയത്ത്? ഒരു എന്താ പറയേണ്ട, ഒരു കോമ്പോസിഷൻ വാല്യൂ ഉള്ള
ഒരു സൃഷ്ടി നമ്മുടെ എന്താ പറയുക നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അതിലൊരു വല്ല പാട്ടുമായിട്ട് സാമ്യം ഉണ്ടായിരിക്കരുത്, അതെന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ ദൈവമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. അപ്പോൾ അത് നല്ല പാട്ടുകളോ ചെയ്യുമ്പോൾ നല്ല പാട്ടുകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം, അങ്ങനെ അതിൻ്റെ പുറത്ത് ചെയ്താണ്. ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ക്ഷണക്കത്തെന്നുള്ള സിനിമയിലെ പ്രധാനമായിട്ടുള്ളതാണ് ആ ഒരു വാച്ച് ഉണ്ട് അതിൽ സമ്മാനിക്കുന്ന വാച്ചിൻ്റെ ഒരു മ്യൂസിക് ഉണ്ട്, ടം 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 ടം. അതാദ്യം ഉണ്ടാക്കിയിട്ട് അതിന് റെലവൻ്റായിട്ടാണ് ഞാൻ ഈ മംഗളങ്ങളരുളും പാട്ടുണ്ടാക്കിയത്. അങ്ങനെയാണ് മംഗളങ്ങളരുളും വരുന്നത്. ആരാഗവും അതിനകത്ത് ഹിറ്റാണ്, എല്ലാ പാട്ടും ഹിറ്റാണ്. എങ്കിലും ഞാൻ ഈ ആകാശദീപം എന്നും ഉണരുമിടമായുമാണ് ആദ്യം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് അർത്ഥം നോക്കുന്ന സമയത്ത് കൈതപ്രത്തിൻ്റെ വരികളാണല്ലോ ആ സമയത്ത് ഒരു കുഞ്ഞുറങ്ങുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം അത് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ ഡീകോഡിങ് ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ, അത് സാറിനോട് തന്നെ ചോദിക്കണം. പക്ഷേ ഞാൻ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ മൊത്തത്തിൽ അത് എനിക്ക് അർത്ഥം അത് തന്നെയാണോ സാർ ഉദ്ദേശിക്കുന്നതെന്ന് തിരിഞ്ഞിട്ടില്ല. രജനീഷ് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊന്ന് പറയാം. എന്ന് വെച്ചാൽ ആകാശദീപം എന്ന് പറയുന്നത് സൂര്യൻ, അത് ആകാശദീപം എന്നും ഉണരുമിടമായോ, അതായത് ഭൂമി എത്തിയോ എന്നാണ് അവർ ചോദിക്കുന്നത്. താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ എന്ന് വെച്ചാൽ അതും അങ്ങനെ തന്നെയാണ്. കുഞ്ഞുറങ്ങുന്ന സ്ഥലം ഇവിടെയാണ്, കുഞ്ഞുറങ്ങുമിടം. കുഞ്ഞുറക്കം എന്ന് പറയുന്നത് സാർ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. മിന്നി മിന്നി കുഞ്ഞുറങ്ങുന്നതാണ്, ഇടയ്ക്കിടയ്ക്ക് മിന്നുന്നത് നമ്മൾ കുഞ്ഞുറക്കായിട്ട് സങ്കല്പിക്കുന്നു. അത് ഭയങ്കര ഭാവനയാണ്. പക്ഷേ ഇവിടെ എത്തിയോ എന്ന് ചോദിക്കുന്നത് അവരപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, അവർ സ്വർഗത്തിലായിരുന്നു. എന്ന് വെച്ചാൽ ആ സിറ്റുവേഷനിൽ അവർ സ്വർഗത്തിൽ പോയെന്ന് വെച്ചാൽ ആക്ച്വൽ സ്വർഗമല്ല, അവർ ഇന്നലെ നൈറ്റിൽ എങ്ങനെയായിരുന്നോ കഴിഞ്ഞിരുന്നത് അതിൻ്റെ ഹാങ് ഓവറിൽ വന്നിട്ടാണ് ചോദിക്കുന്നത്. പൂക്കളോടും ഇലകളോടും ഒക്കെ ചോദിക്കുന്നുണ്ട്, ശരിക്കും ആകാശദീപം ഉണരുന്ന ഇടമായോ, ഭൂമി എത്തിയോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അവർ നൈറ്റിൽ ഉണ്ടായിരുന്നത് മറ്റൊരവസ്ഥയിലായിരുന്നു, ഒരു പ്രേമത്തിൻ്റെ ഉന്മത്ത അവസ്ഥയിലായിരുന്നു. അത് തന്നെയാണോ ശരിക്കും അർത്ഥം ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും ഞാനിത് ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പം ആദ്യമായിട്ടാണ് പ്രേമത്തിൻ്റെ ഈ ഒരു ഉന്മത്ത അവസ്ഥ കേൾക്കുന്നത്. ഒരിക്കലും കൈതപ്ര അണ്ണാച്ചി ഇത് ആലോചിച്ച് കാണാൻ ഒരു ചാൻസുമില്ല. കാര്യം അദ്ദേഹം സ്ട്രെയിറ്റ് ആയിട്ട് എഴുതി പോയ ഒരു സംഗതി ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതൊക്കെയാലും പിന്നെ രജനീഷ് അണ്ണാച്ചിയെ കാണുമ്പോൾ ചോദിക്കും, ഞാനും ചോദിക്കാം, ഇങ്ങനെ ഒരു ഉന്മത്ത അവസ്ഥ അണ്ണാച്ചിക്ക് ഉണ്ടായിട്ടുണ്ടോ അത് ചോദിക്കാം. സാർ ഇപ്പോൾ ഏറ്റവും രസമായിട്ട് സാർ രാഗം പാടിയിട്ട് ആണ് ചിലതൊക്കെ പാട്ടുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ സാറിൻ്റെ ചാനലിൽ തന്നെ രാഗം പാടിയിട്ട് ഒരു സിനിമാ പാട്ട് പാടിത്തരും. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. അതുകൊണ്ട് ചോദിക്കുക, ഈ മംഗളങ്ങൾ അരുളിയില്ലേ, അതിൻ്റെ രാഗവും കൂടെ പാടിയിട്ട് സാറിനൊന്ന് ജസ്റ്റ്. ആ മംഗളങ്ങൾ അരുളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് രാഗമൊന്നുമില്ല. ഞാനത് പിടിച്ചേക്കുന്ന ശ്രോതസ്വിനി എന്നൊരു രാഗമുണ്ട്. സഗ മ പനി സനി പമഗ സ, ഇതാണ് ബേസ് വെച്ചത്. പക്ഷേ ഇതിൽ നിന്ന് കൈവിട്ട് പോയി കോമ്പസിഷന്. ഇത് തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്കെയില് ശ്രോതസ്വിനി ആയിരുന്നു. പക്ഷേ അത് വലിയ പിന്നെ ചെറിയ ദൈവതം വന്നു, ചെറിയ നിഷാദം വന്നു, അപ്പോൾ എല്ലാം കൂടെ അങ്ങ് ആയി. അതൊരു കോമ്പസിഷൻ ഡിമാൻഡ് ചെയ്യുന്നതാണ്. അതിന് വരുമ്പോൾ അതിനെ അതിൻ്റെ വഴിക്ക് അങ്ങ് വിടുക, നമ്മൾ പിടിച്ചു നിർത്തരുത്. ഇപ്പോൾ ഒരു ചെമ്പൈ ഉത്സവത്തിന് പാടുന്ന ഒരു പാട്ട് ശരത്തെ വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു രാഗം മനസ്സിൽ വെച്ച് അത് കൃത്യമായിട്ട് ആ രാഗത്തിൻ്റെ റൂട്ടിലൂടെ തന്നെ പോകണം. അവിടെ പോയിട്ട് വേറെ എന്തെങ്കിലും പാടിയാൽ ശരിയാകത്തില്ല. എന്നാൽ തന്നെ സിനിമ ആകുമ്പോൾ അതിനൊരു ചെറിയ വലിയ കട്ടിയല്ലാതെ, ഇപ്പോൾ ഉദാഹരണത്തിന് പ്രണതോസ്മി ഗുരുവായൂരേശം ഉള്ളത് ഒരു സിനിമാ രീതികളെയാണത്. അപ്പോൾ അതുകൊണ്ടാണ് ജനങ്ങൾക്ക് അത്ര ഇഷ്ടമായത്. അപ്പോൾ അത് ചിലത് നമ്മൾ അങ്ങനെ പ്രയോഗിക്കേണ്ടി വരും. അപ്പോൾ അല്ലാത്തത് കോമ്പസിഷൻ ഇങ്ങോട്ട് വരുമ്പോൾ അതിനെ അങ്ങ് എടുക്കുക, അത്രേ ഉള്ളൂ. കാര്യം രാജാ സാറിൻ്റെ അടുത്ത് ഈ സമയത്ത് എനിക്ക് പറയണമെന്ന് തോന്നി. സാറിന് ഞാൻ പാടിയ ഒരു പാട്ട്, അപ്പം അദ്ദേഹം അതിൻ്റെ ലിറിക്ക് കൈ കിട്ടിയിട്ട് അങ്ങനെ തന്നെ അങ്ങ് പാടി, കിട്ടിയതേ ഉള്ളൂ. ഒന്ന് വായിച്ചു പോലും നോക്കിയില്ല. ഇത് നേരത്തെ പണ്ടങ്ങാണ്ട് പാടി വെച്ചിരുന്ന ഒരു പാട്ട് കൈ കിട്ടിയതുപോലെ പാടി. ഞാനിങ്ങനെ കേട്ടിട്ട് അന്തപ്പെട്ടിരിക്കുക. ഞാൻ ചോദിച്ചു സാറിൻ്റെ അടുത്ത്, സാർ ഇത് എങ്ങനെ ഇത് ഞാനല്ല ചെയ്യുന്നത്, ഇതൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് മേളിൽ വെച്ചിട്ടുണ്ട്, എന്നെ ഒരു ടൂളായിട്ട് ദൈവം ഉപയോഗിക്കുമെന്ന്. ഞാൻ പറഞ്ഞു ചിലപ്പോൾ അതൊക്കെ ശരിയായിരിക്കും, ഞങ്ങൾക്ക് സാറാണ് ദൈവം എന്ന്. ഞാൻ കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ്. നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നതല്ലേ ഇത്, നമ്മൾ കോപ്പി അടിക്കാനോ ഒന്നും അല്ലല്ലോ, നമുക്ക് തോന്നുന്നതാണ്. എനിക്ക് എൻ്റെ ഹാർമോണിയത്തിൽ കൈ വയ്ക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് മ്യൂസിക്കലായിട്ട് പുറത്തു വരുന്നത്. അപ്പോൾ അതിനെന്താണ് അതിൻ്റെ ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ ആ വഴിക്കങ്ങ് വിട്ടേക്കുക, അതേ ഉള്ളൂ. അല്ലാതെ അതിനകത്തൊരു ബസ്സിൽ പിടിച്ച് അത് വേണ്ട ഇതിങ്ങോട്ട് അതിൻ്റെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. വന്നോട്ടെ, ഇപ്പോൾ എക്സ്ട്രാ നോട്ട്സ് എന്തെങ്കിലും വന്നാൽ അത് സുഖമാണെങ്കിൽ അത്രേ ഉള്ളൂ.
പക്ഷേ MG ശ്രീകുമാർ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഗാനമേളകൾക്ക് ഇത് പാടുമ്പോൾ തെറ്റിപ്പോവാൻ സാധ്യത ഒന്നെങ്കിൽ ഓർക്കസ്ട്ര തെറ്റിക്കും. ഇപ്പോൾ വാലിന്മേൽ വിഷയം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒന്ന് കുറച്ച് പിടിക്കാൻ പറ്റുമെന്ന് ഓർക്കസ്ട്രക്കാരൊക്കെ ശരത് സാറിനോട് റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ ലൈറ്റ് ആക്കിയിരുന്ന് ഞങ്ങൾക്ക് കൂടെ പാടാമായിരുന്നു എന്ന് പറയില്ലേ? അപ്പോൾ സാറിന് എന്താ തോന്നുന്നു? ഇല്ല, അത് പലരും ഇത് രജനീഷ് പറഞ്ഞൊരു വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പല ഓർക്കസ്ട്ര അവരാണ് എനിക്ക് എന്താ പറയണ്ടത് എൻ്റെ നെഞ്ചിനോട് അടുത്ത് നിൽക്കുന്നത്. നമുക്ക് എത്ര വലിയ കമ്പോസറാണെങ്കിലും അത്രയും നല്ല പ്ലെയേഴ്സ് ഇല്ലെങ്കിൽ അത് കേൾപ്പിക്കണ്ടേ? ഇപ്പോഴാണെങ്കിൽ എങ്ങനെയെങ്കിലും കമ്പ്യൂട്ടറിലിട്ട് കുത്തി കേൾപ്പിക്കാം. പണ്ട് അങ്ങനെയല്ലല്ലോ. ഇതിൽ ഇത്രയും പേര് 10, 100, 150 പേര് വായിച്ച പാട്ടുകളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം കഠിനാധ്വാനമുണ്ട്. ഇപ്പോൾ മ്യൂസിഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവങ്ങളാണ്. അപ്പോൾ അവരാണ് നമ്മുടെ ഈ തലേന്ന് വരുന്ന സാധനം വായിച്ചിങ്ങോട്ട് തരുന്നത്. ഇപ്പോൾ സല്ലാപം കവിതയായി എന്നുള്ള പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഫുൾ പടം എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ സ്കോർ എഴുതുമ്പോൾ എനിക്കറിഞ്ഞൂടെ ഇത് എങ്ങനെ സൗണ്ട് ആവും. കാര്യം നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല. സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഞ്ചൊക്കെ വയലിൻ്റെ റേഞ്ച് ചെയ്ത് വിയോള റേഞ്ച് ചെയ്ത് ചെല്ലോ ഇതൊക്കെ അറിയാമെങ്കിലും ഇതെങ്ങനെ സൗണ്ടാകും, ഈ പാർട്സ് എങ്ങനെ സൗണ്ടാകും കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ശബ്ദമുണ്ട്, അത് വരുമോ? കാര്യം വായിക്കുന്നതൊക്കെ ലെജൻസാണ്. ഔസേപ്പച്ചൻ അണ്ണാച്ചിയൊക്കെയാണ് ഫ്രണ്ട് റോയിൽ വയലിനിസ്റ്റിലുള്ളത്. അപ്പോൾ ഞാനിത് എഴുതിയിട്ട് എനിക്ക് ഭീകര ടെൻഷനായിരുന്നു ആ ഫസ്റ്റ് വർക്ക് നടക്കുമ്പോൾ. അത് കൊടുത്ത് അവരെല്ലാം സെറ്റായിട്ട് നമ്മുടെ ചിട്ടിയണ്ണൻ വിളിച്ചു. ചിട്ടിയണ്ണാണ് കണ്ടക്ടർ. ശരത് വന്ന് കേള് വന്ന് അവർ വായിച്ചപ്പോൾ ഞാനറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാര്യം അത് ഞാൻ വിചാരിച്ചതിൻ്റെ അപ്പുറത്ത് ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പം പിന്നെ കോൺഫിഡൻസ് ആയി. പിന്നെ അത് മാത്രമല്ല, എൻ്റെ പാട്ടുകൾ ഞാൻ തന്നെയാണ് എല്ലാം എഴുതുന്നത്. ഇപ്പം പ്രോഗ്രാമിങ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് എല്ലാം A to Z, ഇപ്പുറത്ത് പേജിൽ റിതം പാറ്റേൺ ഉണ്ടാവും, ഇപ്പുറത്ത് അതിൻ്റെ മെലഡി പാർട്ടുണ്ടാവും, എല്ലാം കാണും. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പാട്ടുകളെടുത്ത് അതിലിപ്പോൾ ഇഷ്ടപ്പെടാതെ പോയാലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും അത് എൻ്റെതാണ്, എൻ്റെ തലേന്ന് വന്നിട്ടുള്ളത് തന്നെയാണ്. എനിക്കതൊരു നിർബന്ധമാണ്. കാര്യം അത് പ്രത്യേകിച്ച് രാജാ സാറിനെയൊക്കെ കണ്ടതിന് ശേഷമാണ് എനിക്കത് അങ്ങനെ വേണം ഒരു കമ്പോസർ എങ്കിലല്ലേ എൻ്റെ കുഞ്ഞ് എന്ന് പറയുമ്പോൾ അത് എൻ്റേതായിരിക്കണ്ടേ. ഒരു 100-150 പേരും കൂടി ചേർന്ന് ഒരു കൊച്ചിനുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ബോറ് പരിപാടിയാണ്. അതുകൊണ്ട് എൻ്റെതെന്ന് പറയാൻ ഒരു ഫുട്ബോൾ മാച്ച് പോലെ ആകരുത് ഒരു കോമ്പസിഷൻ എന്ന് എനിക്കുണ്ട്. കാര്യം ഫുട്ബോൾ മാച്ച് ഞാൻ ഉദ്ദേശിച്ച ഓർക്കസ്ട്ര വേണം, പക്ഷെ ടോട്ടൽ കോമ്പസിഷൻ ഒരാളുടെ തലയിൽ നിന്ന് തന്നെ വരണം. എങ്കിലേ അതിൻ്റെ ഈ പാട്ടും അതിൻ്റെ അറേഞ്ച്മെൻറ്റുമായിട്ടൊക്കെ ഒരു ബന്ധവും എന്തെങ്കിലുമൊക്കെ അതിനൊരു സുഖമൊക്കെ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഒരിക്കൽ കേട്ടിട്ടുള്ളത്. പക്ഷെ മായാമഞ്ചലിൽ വീണ്ടും കേൾക്കണം. മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളേ, കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തെന്നലേ, ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ, കിനാവു പോൽ വരൂ വരൂ മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ. രണ്ടുപേര് ചോദിച്ചെങ്കിൽ ഞാൻ അത്രയും വരി പാടിത്ത. അതെ, ഇഷ്ടത്തിന് ഇനിയും വേണം, ഇനിയും പാട്ട് വേണം. ഇപ്പോൾ ശ്രീരാഗമോ ഉള്ളപ്പോൾ തന്നെ വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമൂനക്കണ്ണുമായി വന്ന വേശുക്കിളി മകളെ, അതും എഗെയിൻ മെഗാ ഹിറ്റാണ്. അതും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പടത്തിൽ തന്നെ ഒരുപാട് പാട്ടുകൾ ഉള്ളപ്പോൾ എല്ലാം ഒരേപോലെ എക്സിസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭാഗ്യങ്ങളാണ്. അത് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും അച്ചീവ് ചെയ്യാനും പറ്റില്ല. അച്ചീവ് ചെയ്തവരൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും പറ്റില്ല, അത് മറക്കില്ല. അപ്പോൾ അത്രയും ഹിറ്റുകൾ ഉണ്ടാക്കുന്നില്ലേ ഒരു സിനിമയുടെ വർക്കായിട്ട് കാണാതെ ഓരോ വർക്കും ഓരോന്നായിട്ട് കാണുമല്ലോ, ഓരോ പാട്ടും ഓരോന്നായിട്ട് കാണുമല്ലോ. അത് അത്രയും നമ്മുടെ മനസ്സിനെ അങ്ങനെ പഠിപ്പിച്ചിട്ടാണോ ഇത്രയും നല്ല മ്യൂസിക് ഉണ്ടാവുന്നത്? അതങ്ങനെ വന്നു പോയതാണോ, സംഭവിക്കുന്നതാണോ? അത് സംഭവിക്കുന്നതാണ്. കാര്യം ഇപ്പോൾ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ നമുക്കതിൽ ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഐറ്റം വരണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇരുന്ന് പോകും. അതിങ്ങനെ വരുന്ന ഒരു കോമ്പസിഷന് ഒരു ഗുണവും കാണത്തില്ല. ഞാൻ അതാണ് പറയുന്നത്. ആ ഒരു സിറ്റുവേഷൻ നമ്മളിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കി എന്നാ പിടിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് ഹാർമോണിയത്തിൽ കൈ വെച്ചാൽ ഉടനെ ട്യൂൺ വരണം. ഇരുന്നുണ്ട് ഭീകര ടെൻഷനാവും ഞാൻ. അപ്പോൾ എല്ലാ പാട്ടുകളും ഇപ്പോൾ സല്ലാപം കവിതയായി, മംഗളങ്ങളരുളും, ഇപ്പോൾ രജനീഷ് പറഞ്ഞ മംഗളങ്ങളരുളും, മായാമഞ്ചൽ, ഈ പാട്ടുകളെല്ലാം, മാലേയം,
എല്ലാം അങ്ങനെ ഒറ്റയടിക്ക് വെച്ചപ്പം വന്നിട്ടുള്ള ട്യൂണാണ്. ഇതിന് ഓപ്ഷൻ ചെയ്തിട്ടുള്ള പാട്ടുകളെ അല്ല. ഇത് ഞാൻ പറയുന്ന കള്ളമാണോ എന്നറിയാൻ രാജീവേട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. കാര്യം അത് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല, അതൊക്കെ ആപ്റ്റായിരുന്നു അതുകൊണ്ട്. പക്ഷെ ഞാൻ ഒന്ന് ആലോചിച്ച് പോയ ഒരു പാട്ടാണ് ശ്രീരാഗം. അതൊരു ഒന്നൊന്നര ആലോചനയായി. വല്ലാത്ത ഇത് കാര്യം ഇത് റിലേഷൻഷിപ്പിൻ്റെ പാട്ടാണ് ശരത്തെ എന്ന് പറഞ്ഞു. ഓക്കെ ആയിക്കോട്ടെ. ഇത് തിലകൻ ചേട്ടനും ശ്രീവിദ്യാമ്മയുടെ സ്നേഹം, ലളിത ചേച്ചിയും CI പോൾ സാറിൻ്റെയും സ്നേഹം, മറ്റവരുടെ സ്നേഹം, മറിച്ചൊരു ഇന്നസെൻ്റ് ചേട്ടൻ, പല ഐറ്റങ്ങളും അതിൻ്റെ ഇടയ്ക്കും ലാലേട്ടനും ശോഭനയുടെയും പ്രേമം, ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് അങ്ങ് ആദ്യമായിപ്പോയി. എന്ത് വേണമെന്നുള്ളതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാണ്ടായി. സത്യം, എനിക്ക് കള്ളത്തരം ഞാൻ പറയാറില്ല. എന്ത് വേണമെന്നറിയാതെ ഇങ്ങനെ അങ്ങ് തിന്നുപോയി. ഞാൻ ഒരു കുന്നിൽ തട്ടിയ പുഴ പോലെ അവിടെ കിടന്ന് അങ്ങ് കറങ്ങി. ആ പ്രയോഗം ഭയങ്കര അല്ല കാര്യം ഇതൊക്കെ എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത്. അമ്മയുടെ മലയാളമാണ് എനിക്ക്. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് അങ്ങ് ആലോചിച്ച് ഞാൻ പിന്നെ രാജേട്ട ഒന്നും കൂടെ പറയുക സിറ്റുവേഷൻ. എടേ ഇയാൾ കുരുവാനോ പറഞ്ഞാൽ സാധാരണ ഇയാൾ ഉടനെ ചെയ്യുന്നതല്ല. ഞാൻ പറഞ്ഞു ഇത് എൻ്റെ എന്താണ്ടൊക്കെ സാധനങ്ങൾ കയറിയിട്ട് ആകപ്പാടെ ഒരു എത്തും പിടിയും കിട്ടാത്തൊരു അവസ്ഥയുണ്ട് രാജേട്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ രാജേട്ടൻ ഒന്നുകൂടെ അത് ശരത്തെ ഈ തിലകൻ ചേട്ടൻ്റെ ഫാമിലിയുടെ തൊട്ടടുത്ത ഒരു ഫാമിലിയാണ് ജഗദീച്ചേട്ടൻ്റെ. അത് ജഗദീച്ചേട്ടൻ ആരും ചെയ്യേണ്ടത്. അപ്പം അദ്ദേഹം ഭയങ്കര കർണാട്ടിക് രസികൻ. ഇപ്പം വരുമ്പോഴും ഓരോ കീർത്തനങ്ങളൊക്കെ പാടിക്കൊണ്ട് ആ വീട്ടിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞതും എനിക്ക് ആ സമയത്ത് കച്ചേരികളിൽ അതിപ്പോഴും പക്കല നിലപടി പാടാത്ത ഒരു കച്ചേരി ഇല്ല. അതാണ് ശ്രീരാഗമോ എന്നുള്ളതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു സ്പാർക്ക്. അങ്ങനെയാണ് 7-8 വരുന്നത്, കരകരപ്രിയ വരുന്നത്. പിന്നെ അതിൽ പല ആ കരകരപ്രിയയിൽ തന്നെ വേറെ നമുക്ക് പല കളേഴ്സ് ഉണ്ടല്ലോ. ഒരു രാഗം എടുത്താൽ അതിലെ കൂടെ തന്നെ പോയിട്ട് ഇതിലെ കൂടെ തന്നെ വരണം. അങ്ങനൊരു എല്ലാം അങ്ങനെ ഇട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഈ പെർമുട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ പോലെ യൂസ് ചെയ്തിട്ടുണ്ട് കരകരപ്രിയ ഞാൻ. അപ്പോൾ അതിന് പല രാഗങ്ങളുടെ സ്വഭാവം നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു പാട്ടിൽ. അപ്പോൾ അത് പ്രത്യേകിച്ച് അത് രാജവേട്ടനോട് തന്നെ താങ്ക്സ് പറയണം. കാര്യം ഒരു പാട്ട് അദ്ദേഹത്തിൻ്റെ പടങ്ങളിലെ പാട്ടുകളെല്ലാം നല്ലതാണ്. ഞാൻ ചെയ്ത എല്ലാ ഡയറക്ടേഴ്സും കൂടെ സിബിചേട്ടനാണെങ്കിലും ഓരോരുത്തരും പറയുന്നില്ല, അധികം വിരലെണ്ണാവുന്നവരേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ രാജവേട്ടൻ പഴയ കോങ്കോ ഡ്രമ്മറാണ്. കോളേജ് പഠിക്കുന്ന സമയത്ത് ശ്രീനിവാസേട്ടൻ പാടുന്ന ശ്രീനിവാസേട്ടനും രാജവേട്ടനൊക്കെ കോളേജ് ബാൻഡ് ഉണ്ടായിരുന്നു ഇവർക്ക്. അതിൽ കോങ്കോ ഡ്രമ്മറായിരുന്നു രാജവേട്ടൻ. അപ്പോൾ രാജവേട്ടനെ നമ്മൾ പറയുന്നത് റിലേറ്റ് ചെയ്യും. ഇപ്പോൾ മാലേയം മാറോടലിങ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ സൗണ്ട് എന്താണെന്നുള്ള രാജവേട്ടന് കിട്ടും. അപ്പോൾ നമ്മൾ അതിനേക്കാൾ അതിൻ്റെ അപ്പുറത്തൊരു സാധനം ചെയ്തും കൊടുക്കും. അല്ല ഈ ഒരു സമയത്ത് എനിക്ക് നമുക്ക് ശിവമണി എന്ന് യൂസ് ചെയ്യണം. എനിക്ക് അതിന് വല്ലാത്ത ഫാനാണ് ഞാൻ. അപ്പോൾ അത് നല്ല മനുഷ്യനുമാണ്. അപ്പോൾ ശിവമണിയെ പിടിച്ചുകൊണ്ട് ശിവമണിയെ കൊണ്ടാണ് പ്രോഗ്രാം ചെയ്യിച്ചത്. ശിവമണിക്കാണെങ്കിൽ ഈ ആക്രാന്ന് കയറിയിട്ട് ആദ്യം ഒരു ഈ ഇട്ട് അപ്പോൾ ഈ ലെയർ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഗ്രിപ്പ് പോയി. ഞാൻ പറഞ്ഞു മുതലേ പൊട്ടതോ കൊടിയാണ്. അതുകൊണ്ട് ശരി. പിന്നെ ബാക്കി എല്ലാം അദ്ദേഹം ലൈവ് വായിച്ചതാണ്. ആ ക്ലിക്ക് എല്ലാം കിലുക്കുന്നതും എല്ലാം ലൈവ് വായിച്ചതാണ് ആ ഇതിൻ്റെ മേളിലൊക്കെ ഉള്ളത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതും കുറേ സന്തോഷമാണ്. അതായത് മൊത്തം ലൈവ് നമ്മൾ പറയുന്നതിൻ്റെ അപ്പുറത്തൊരു സാധനമാണ് ശിവമണി വായിക്കുന്നത്. അപ്പോൾ അത് ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് നമ്മുടെ കാർത്തിക് രാജാ സാറിൻ്റെ മകനെ വിളിച്ചുകൊണ്ട് വന്ന് മാലയും കേൾപ്പിച്ചെന്ന് ശിവമണി അന്ന് വൈകുന്നേരം തന്നെ. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷം. ഇപ്പോഴും ശിവമണി അദ്ദേഹത്തിൻ്റെ കാറിൽ മാലയും പ്ലേ ഇട്ട് തെളിവാ എന്നാ പാട്ട് തെളിവാ എന്ന് പറഞ്ഞത്. അപ്പോൾ ശിവ എനിക്ക് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. അത് പറയാതിരിക്കാൻ ശിവമണി സ്റ്റീഫൻ ദേവസിയൊക്കെ നമ്മുടെ ചക്കരകളാണ്. ആ പാട്ടിൻ്റെ ഒഴുക്കിലേക്ക് പോവേണ്ടതുണ്ട്. അതിനു മുമ്പ് ഞാൻ പവിത്രത്തെക്കുറിച്ച് സംസാരിച്ച് തീർന്നിട്ടില്ല. സർ, വാൽമേൽ പൂവും വാലിട്ട് എഴുതിയ വേൽമുന കണ്ണുമായി വന്ന വേശുക്കിളിമകളെ, ആ വരികളൊക്കെ അങ്ങനെ നിൽപ്പുണ്ട്. അതായത് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെ നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ കോമ്പോസിഷൻ. ഇത് ശരിക്കും ONV സാർ ഇതിനകത്തേക്ക് വന്നു ചേരുമ്പോൾ ONV സാറിൻ്റെ ചില വാക്കുകളുണ്ട്. ആ വാക്കിന് നമുക്ക് ഒരു വേറൊരു സുഖമാണ്. അത് കൈതപ്രം പോലെയല്ല. അത് എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നതെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷേ ഈ പാട്ടുകളൊക്കെ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഒരു സൗരഭ്യം വേറെയാണ്. കൈതപ്രം സാറിൻ്റെ എഴുത്ത് വേറൊരു സ്റ്റൈലാണ്. അപ്പോൾ രണ്ടുപേരെയും നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ പറയാം. ഈ സാറ് വന്നു ചേരുമ്പോൾ ശ്രീരാഗം
ഇങ്ങനെ പരുവപ്പെടും എന്നുള്ളത് എഴുത്ത് കഴിഞ്ഞിട്ടല്ലേ മനസ്സിലാക്കണത്? ശ്രീരാഗം അതേ എഴുത്തിന് മുമ്പ് ഇങ്ങനെ തന്നെ വരും എന്നാണോ, അതേ എഴുതി കഴിഞ്ഞ് ചെയ്തതാണോ അത്? അല്ലല്ല, ട്യൂൺ ഇട്ടിട്ട് എഴുതിയതാണ്. പക്ഷെ പലരും വിചാരിച്ചേക്കുന്നത് എഴുത്തിന് ട്യൂൺ ചെയ്തതല്ല, ട്യൂൺ ഇട്ടിട്ട് എഴുതിയതാണ്. എക്സലൻ്റ് ആണ്. അപ്പം അത് കഴിഞ്ഞപ്പോൾ, എഴുതി കഴിഞ്ഞപ്പോൾ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. സാറ് വരികൾ തന്ന് സാറ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ എന്താ, ഒരു മാനസികാവസ്ഥ? വല്ലാത്ത അവസ്ഥയായിരുന്നു. കാര്യം ഒന്നാമത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. എൻ്റെ അച്ഛൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ് ONV സാർ. അപ്പോൾ സാറെന്ന് പറയുമ്പോൾ ഈ ആ ഒരു ടീച്ചർ, ഒരു പ്രൊഫസർ, അപ്പോൾ ആ ഒരു ബഹുമാനവും പേടിയൊക്കെയാണ്. ഇപ്പോൾ സാറ് എന്തെങ്കിലും ഒരു വാക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിലും ഞാൻ പറയത്തില്ല. ഇപ്പോൾ കൈതപ്പുറ അണ്ണാച്ചി അടുത്ത് അണ്ണാച്ചി ഇത് മാറ്റി മറ്റേ അടുത്ത് ഈട അണ്ണാച്ചി എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി ആരാണെങ്കിലും നമ്മൾ ഉടനെ പറഞ്ഞിട്ട് അടി ഇത് മാറ്റണ്ട, ഇതെന്ത് പറഞ്ഞു, ഇത് പറ്റത്തില്ല, അവർ പേടിച്ചിട്ടാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ONV സാറിൻ്റെ അടുത്തിരുന്നിട്ട് ഈ വരി കുറച്ചുകൂടെ ഒച്ചത്തിൽ പാടി അത് ചേരുന്നില്ലെന്ന് സാറിനെ മനസ്സിലാക്കുക. ശരത്തെ അത് നമുക്ക് ഈ വാക്കിന് പകരം ഈ വാക്കിട്ടോ സാറ് തന്നെ പറയും. അപ്പോൾ അത് ഇതുപോലെ തന്നെ വേശുക്കിളിമകളെ എഴുതിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് എന്തൊരു കിളിയാന്ന് അറിഞ്ഞുകൂടാ, ഇതുവരെ കേട്ടിട്ടുമില്ല വേശുക്കിളി എന്നുള്ള സാധനം. പിന്നെ അപ്പോൾ ആരും ചോദിക്കുന്നതുമില്ല. അപ്പം നമ്മൾ ചോദിച്ചിട്ട് അലമ്പാവും, മലയാളം അറിഞ്ഞുകൂടാന്ന് സാറ് വിചാരിക്കുന്നൊക്കെ ഉള്ള പേടി. എന്നിട്ട് പോയി ചോദിച്ചില്ലേ? ചോദിച്ചില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെ വേറെ ആരോ ചോദിച്ചിട്ട് ഇത് അതിൻ്റെ അർത്ഥമൊക്കെ കണ്ടുപിടിച്ചു എന്നാണ്, ഞാൻ ചോദിച്ചിട്ടില്ല. അത് എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ടാ. അത് എനിക്ക് സൗണ്ട് വൈസ് അത് നല്ലതാണ്. നമ്മൾ ഒരു പാട്ടുണ്ടാകുമ്പോൾ അത് പ്രധാനമായിട്ട് ഈ റീച്ച് ആവുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം അതിൻ്റെ വരികൾക്കുള്ള ഒരു സൗണ്ടിങ് ഉണ്ട്. ആ സൗണ്ടാണ് കുറേയും കൂടെ. ഇപ്പം അത് പ്രണതോസ്മി ഗുരുവായൂപുരേശം പ്രതിദിനമനുചേത സ്മരഹരിപാദം എന്ന് പറയുന്നതിനൊരു സൗണ്ടിനൊരു സുഖമുണ്ട്. അപ്പോൾ അതിന് പകരം വേറെ എന്തെഴുതിയിട്ടും കാര്യമില്ല. ഉന്നൈ ഞാൻ തന്നാടെ കണ്ടേൻ ഉനെ നീങ്കാതരീങ്കാരം കൊണ്ടേൻ എന്നുകൊണ്ടാണ് ഞാൻ തമിഴ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങോട്ട് എഴുതി തന്നപ്പോൾ സാക്ഷാൽ ഗുരുവായൂരപ്പൻ നിൽക്കുക മുമ്പിൽ. അപ്പോൾ ആ ഒരു 2 വരി മതി ആ പാട്ടിൽ. അതുപോലെ ശ്രീരാഗമോ തേടുന്നു നീ ഈ വീണതൻ പൊൻതന്തിയെന്ന് പറഞ്ഞപ്പോഴേ തീർന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് പാടേണ്ട കാര്യമില്ല. അതിനകത്തൊരു സുഖമുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമൂന കണ്ണുമായി വന്ന വേശുക്കിളിമകളെ എന്ന് പറയുന്നതിൻ്റെ ഒരു സുഖമുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ അതിൻ്റെ അർത്ഥവ്യാപ്തിയിലേക്ക് ചുമ്മാതുള്ള മണ്ടത്തിലൊന്നും സാർ എഴുതത്തില്ലല്ലോ. അതിന് എന്തൊക്കെയാലും അതിനൊരു അർത്ഥം ഉണ്ടാവും. പിന്നെ എൻ്റെ ട്യൂണിന് വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു പുതിയ വാക്ക്. അപ്പോൾ അതങ്ങനെ വേശുക്കിളിമകൾ അങ്ങ് നമുക്ക് സന്തോഷം തന്നു. ഓരോ പാട്ടുകളും അങ്ങനെയാണ്. മാലയും മാറോടലിഞ്ഞും എന്നുള്ളത് അതിനകത്തുണ്ട് ഐറ്റം. അതിന് പകരം വേറെ എന്തെങ്കിലും കൊണ്ട് എഴുതിയിട്ട് ഒരു കാര്യമില്ല.